പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ബാഗ് ഉണ്ടാക്കാം. ഷോപ്പിംഗ് ബാഗോ എന്തെങ്കിലും നമുക്കിന്നൊരു കിടില സാധനം എടുക്കാം. അപ്പോൾ ഈ കിടില സാധനത്തിന് നമുക്കൊരു പെൻസിൽ വേണം, ഒരു ഗമ്മ് വേണം, ഒരു കത്രിക വേണം, ഒരു റഫ് ബുക്ക് വേണം. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് A4 ഷീറ്റ് പേപ്പറോ എന്തെങ്കിലും നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ആക്സസറീസ് ഷോപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ വെക്കേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിറ്റ്സ് ഓഫ് പേപ്പർ വരെ ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ വരെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പകുതി പേജ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇതേ നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എടുത്തു. ഈ ഫസ്റ്റ് പകുതി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഈ സൈഡ് അങ്ങ് കവർ ചെയ്യുക ഫസ്റ്റ് ഭാഗത്തിൽ. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ ഒരു ഗ്ലൂ ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് വെക്കുക. തീർന്ന് നമ്മളൊരു ഷോപ്പിംഗ് ബാഗ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കേണ്ട സാധനം ഉണ്ടായിരിക്കില്ല, അത് നമുക്ക് ഈ രീതിയിൽ തന്നെ എടുക്കണം. ഇങ്ങനെ അങ്ങ് എടുക്കും. നമുക്ക് രണ്ട് ഭാഗം വേണ്ട. അപ്പോൾ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ഗമ്മൊട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതാ ഫസ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ അടുത്തത് നമ്മൾ ഇങ്ങനെ അങ്ങ് എടുക്കണോ. ഇത് എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് സൈഡിലും വെക്കണം. ഇത് ഇങ്ങനെ അങ്ങ് വെക്കണം. നമുക്ക് വെക്കാം ഗായ്സ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ബാഗ് റെഡിയായി. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും അങ്ങ് എഴുതി വെക്കാം, ഇങ്ങനെ ഷോപ്പിംഗ് ബാഗ് അങ്ങനെ എന്തെങ്കിലും. ഇത് നമുക്ക് കുറച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനും എടുക്കാം. പിന്നെ കുറച്ച് ഈ ഉള്ളിലുള്ള സ്റ്റഫിനും ഉണ്ടാക്കാം. ഇതൊരെണ്ണം സ്റ്റിക്ക് ചെയ്താൽ മതി. ഇവിടെ ചെറിയൊരു ജപ്പാനീസ് സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഷോപ്പിംഗ് ബാഗ് പോവും. ആദ്യം നമ്മൾ ഈ ഷോപ്പിംഗ് ബാഗിൽ ഇതാണ് ഇടുന്നത്. അടുത്ത് നമുക്കിടാം. ഇപ്പം നമ്മൾ ഇത് റെഡിയായി. നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം.